യുഎയിൽ ഇനി വരാൻ പോകുന്ന മഴ എത്തരത്തിലുള്ളതായിരിക്കും എന്നുള്ള ആശങ്ക പലരും പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്തതുപോലെ അതിശക്തമായ മഴ ഇനി യുഎയിൽ പ്രതീക്ഷിക്കാമോ, അത്തരത്തിലുള്ള മഴ ഇനി യുഎയിൽ പെയ്യുമോ, അങ്ങനെ പല സംശയങ്ങളാണ് പലർക്കും. എൻ്റെ കൂടെയുള്ളത് യുഎ വെതർമാൻ എന്നറിയപ്പെടുന്ന കണ്ണൂർ സ്വദേശി സജാദുക്കാണ്. സജാദുക, കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു മഴ പെയ്തുകൊണ്ട് തന്നെ ആളുകൾ വളരെ പാനിക്കാണ്. ആളുകൾ കാലാവസ്ഥ മുന്നറിയിപ്പുകളൊക്കെ നിരന്തരം നോക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ചോദ്യം ഇതാണ്, യുഎയിൽ ഇനി കഴിഞ്ഞ ദിവസം പെയ്തതുപോലൊരു മഴ, അത്തരത്തിലുള്ളൊരു മഴ ഇനി അടുത്ത കാലത്ത് എക്സ്പെക്റ്റ് ചെയ്യാം? ഗ്ലോബൽ വാർമിംഗ് കാരണം എമിറേറ്റ്സിൽ, പ്രത്യേകിച്ച് എമിറേറ്റ്സിൽ ഒക്കെ എല്ലാ വർഷവും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ കൂടിക്കൂടി വരുന്നുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഈ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതിന് മഴയുടെ സാധ്യതയും കൂടുന്നുണ്ട്. അതുപോലെ ഈ വർഷം എൽനിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൽനിനോ ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റേജിലായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സീ സർഫേസ് ടെമ്പറേച്ചർ വളരെ ഉയർന്ന തോതിലായിരുന്നു. അതുകൊണ്ടായിരുന്നു ന്യൂനമർദ്ദം ഉണ്ടായിട്ട് ഇവിടെ ദുബായിൽ മഴ സാധ്യത ഉണ്ടായിട്ടുള്ളത്. ഈ എൽനിനോ എന്ന് പറയുന്നത് ഇപ്പോഴും ആക്റ്റീവ് സ്റ്റേജിലാണ്. അതൊരു ന്യൂട്രൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത യുഎയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സീ സർഫേസ് ടെമ്പറേച്ചർ കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗ്ലോബൽ വാർമിംഗ് കാരണവും ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അതൊക്കെ കാരണം ഇനിയും ഭാവിയിൽ ദുബായിൽ മറ്റുള്ള എമിറേറ്റ്സുകളിൽ കൂടുതൽ മഴ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള മഴ തന്നെ ഇനിയും പ്രതീക്ഷിക്കാം. മാർച്ചിൽ അതിശക്തമായൊരു മഴ പെയ്തു, ഏപ്രിലിൽ ഒരു മഴ പെയ്തു. പല മീഡിയകളടക്കം വാർത്ത കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പെയ്തത് ക്ലൗഡ് സീഡിംഗ് ആണ് എന്നുള്ള രീതിയിൽ വ്യാപകമായ വാർത്തകൾ പ്രചരിച്ചു. എന്താണ് സജാദുക്കയുടെ ഒരു അഭിപ്രായത്തിൽ? അതായത് ഓൾറെഡി ഇതിനുള്ള വിശദീകരണങ്ങളൊക്കെ വന്നതാണ്, എങ്കിലും ഇത് തികച്ചും നാച്ചുറൽ റെയിനാണ്. ഓക്കെ, എമിറേറ്റ്സിൻ്റെ അറ്റ്മോസ്ഫിയറിൽ 2 ന്യൂനമർദ്ദങ്ങൾ ഒരുമിച്ച് വരികയും മറ്റുള്ള വെതർ എലിമെൻറ്റ്സൊക്കെ സ്ട്രോങ് ഇൻസ്റ്റബിലിറ്റി ആക്കുകയും ചെയ്തപ്പോഴാണ് എമിറേറ്റ്സിൽ, പ്രത്യേകിച്ച് ദുബായ്, ഷാർജ ഭാഗങ്ങളിൽ ഹൈ പ്രസിപ്പിറ്റേഷൻ സൂപ്പർ സെൽ എന്ന് പറഞ്ഞ പ്രതിഭാസം ഉണ്ടാവുകയും പേമാരി ഉണ്ടാവുകയും ചെയ്തത്. ഇത് തികച്ചും നാച്ചുറൽ റെയിനാണ്. പക്ഷേ യുഎഇയുടെ പുറത്തുള്ള മീഡിയാസ് ഇത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ക്ലൗഡ് സീഡിങ് കാരണമാണ് യുഎഇയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതും അങ്ങനെയൊക്കെയാണുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. വളരെ വാസ്തവ വിരുദ്ധമാണ്. ഈ പ്രവാസികളെ സംബന്ധിച്ച് മഴ എന്ന് പറയുന്ന ഒരു സ്വപ്ന തുല്യമായ ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ ലീവ് അടക്കം, ഇനി വരാൻ പോകുന്ന ലീവ് അടക്കം ഞാൻ അടുത്ത കേരളത്തിലെ മഴക്കാലത്തേക്ക് മാറ്റി വെച്ചൊരു സാഹചര്യം. കാരണം മഴ കാണാനുള്ള കൊതി കൊണ്ട്. ഇപ്പോൾ സജാദുക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മഴകളെ യുഎയിലെ പല ഭാഗത്തുള്ള മഴകളെ തേടി എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സജാദുക്ക. അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ വലിയ മഴ പെയ്തു. ഈ മഴയോടുള്ളൊരു ആഗ്രഹം മാറിയോ? ഇല്ല, ഒരിക്കലും മാറില്ല. അത് എന്താ പറയുക, നമ്മുടെ കേരളത്തിൽ മലയാളികളിൽ ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. ഇനി എത്ര പേമാരി ഉണ്ടായാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും ഇത്തിരി ചൂട് വരുമ്പോൾ നമുക്ക് വീണ്ടും മഴ കാണാനുള്ള ആഗ്രഹം വരും. നമ്മൾ മഴ തേടി പോകും. ഈ മലയാളികളെ സംബന്ധിച്ച് ഇപ്പം കഴിഞ്ഞ കാഴ്ചയൊന്നും ഒരു കാഴ്ചയല്ല. ഒരു മലയാളി എന്നുള്ള രീതിയിൽ യുഎഇ എന്നുള്ളത്, യുഎയിലാണ് താമസം എന്നുള്ളതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു മലയാളി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴ എങ്ങനെ കാണുന്നത്? അത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേമാരി. എന്ന് വെച്ചാൽ എല്ലാ എക്സ്പേർട്ടും, ക്ലൈമറ്റ് മെറ്റീരിയോളജിസ്റ്റ് എക്സ്പേർട്ടൊക്കെ എല്ലാവരും പറയുന്നത് ഇത്രയും സമയം കൊണ്ട് ഒരുപാട് മഴ പെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണെന്നാണ്. അപ്പോൾ എൻ്റെയും ജീവിതത്തിൽ അതൊരു വേറെ തന്നെ ഒരു പ്രവാസി ആയതുകൊണ്ടാണ്. അല്ല, പ്രവാസി ആയതുകൊണ്ട് മാത്രമല്ല, കേരളത്തിലും ഇതുപോലെ ഉള്ള ഒരു പേമാരി ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി ആളുകൾ കൂടുതൽ ഇത്തരത്തിലുള്ള വെതർ റിപ്പോർട്ടും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇനിയും കാണാൻ കഴിയും. ഉറപ്പായിട്ടും കാണാൻ പറ്റും.